Hi friends, നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് എങ്ങനെയാണ് ഡിക്ലറേറ്റീവിനെ റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കുന്നത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, WH ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ നമ്മൾ കണ്ടു. ഇനി മൂന്നാം ഞാൻ പറയും ഇംഗ്ലീഷിലാകെ 4 തരം സെൻറ്റൻസ് ഉണ്ട്. ഇംഗ്ലീഷിലെ സെൻറ്റൻസുകളെ അങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്: ഡിക്ലറേറ്റീവ്, ഇൻ്ററഗേറ്റീവ്, മൂന്നാമത്തെയാണ് ഇമ്പരേറ്റീവ്. ഇമ്പരേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പരേറ്റീവ് എന്ന് പറഞ്ഞാൽ ഓർഡേഴ്സ് അല്ലെങ്കിൽ റിക്വസ്റ്റ്, കമാൻഡ്സ്, പ്രേയേഴ്സ്, ഇങ്ങനത്തെ സെൻറ്റൻസുകളാണ് നമ്മൾ പൊതുവെ ഇമ്പരേറ്റീവ്സ് എന്ന് പറയുന്നത്. ഇമ്പരേറ്റീവ്, കമാൻഡ്സ്, ഓർഡർ. നമ്മൾ ഒരു അല്ല റിക്വസ്റ്റ്, ചിലരോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ പ്രയർ, പ്രാർത്ഥന, ഇതൊക്കെയാണ് ഇമ്പരേറ്റീവ്സ് ആയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ കണക്കാക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ മാറ്റുന്നത്? ഇൻഡയറക്റ്റ് സ്പീച്ചിൽ മാറ്റുമ്പോൾ നമ്മൾ റിപ്പോർട്ടിംഗ് വെർബ് മാറ്റണം. ഹി സെഡ് ആണെങ്കിൽ ഒന്നിൽ കമാൻഡഡ് എന്ന് വേണം, അല്ലെങ്കിൽ ഓർഡേർഡ് എന്ന് വേണം, അല്ലെങ്കിൽ റിക്വസ്റ്റഡ് എന്ന് വേണം, അല്ലെങ്കിൽ പ്രേയ്ഡ് എന്ന് വേണം. പ്രേയ്ഡ്. പക്ഷേ ഈ വാക്കുകൾക്ക് ശേഷം ഒരു ഓബ്ജക്റ്റ് വേണം. ഈ ആസ്ക്ഡിന് ശേഷം ഒരു ഓബ്ജക്റ്റ് വേണം, ടോൾഡിന് ശേഷം ഓബ്ജക്റ്റ് വേണം. അതുപോലെ തന്നെ കമാൻഡഡ് ഹിം ഓർ ഹെർ ഓർ ദം, ഓർഡേർഡ് ദം, റിക്വസ്റ്റഡ് ദം, പ്രേയ്ഡ് ടു ഗോഡ്, അങ്ങനെ എന്തെങ്കിലും വേണം. അതാണ് 2 കാര്യം ശ്രദ്ധിക്കാനുള്ളത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് വെർബിനെ ഇൻഫിനിറ്റീവ് ആക്കണം. ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ വെർബിന് തൊട്ട് മുമ്പ് ടു ചേർക്കണം. TO2. ഗോ, ഇൻഫിനിറ്റീവ് ടു ഗോ. കം ടു കം. ഈറ്റ് ടു ഈറ്റ്. ഡ്രിങ്ക് ടു ഡ്രിങ്ക്. സ്മൈൽ ടു സ്മൈൽ. ഇങ്ങനെയാണ് നമ്മൾ ഇൻഫിനിറ്റീവ് ആക്കുന്നത്. ഇനി എക്സാമ്പിൾസ് നോക്കുക. ദ കീ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്: വെർബിനെ ഇൻഫിനിറ്റീവ് ആക്കുക. മനസ്സിലായോ? ബാക്കിയുള്ളത് പറഞ്ഞ ആ സെൻറ്റൻസിൻ്റെ അർത്ഥം അനുസരിച്ച് കമാൻഡാണ് കമാൻഡഡ്, ഓർഡറാണ് ഓർഡേർഡ്, റിക്വസ്റ്റാണ് റിക്വസ്റ്റഡ്, പ്രേയാണ് പ്രേയ്ഡ്, അങ്ങനെ വേണം. റൈറ്റ്? മനസ്സിലായോ? പിന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്കറിയാമല്ലോ. ഇൻവെർട്ടഡ് കമ്മ മാറ്റണം, ക്വസ്റ്റ്യൻ അല്ല ഫുൾ സ്റ്റോപ്പ് ഇടണം, ഇതൊക്കെ നമുക്കറിയാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ത്രൂ ദി ക്വസ്റ്റ്യൻ. ദ കീ പോയിന്റ് ഇതാണ് ഇൻഫിനിറ്റീവ്. ഓക്കെ, റെഡി? സോ ഹിയർ ഹി സെഡ് ഗെറ്റ് ഔട്ട്. ഹി ഓർഡേർഡ് ഹിം. ഉണ്ടോ? ഓർഡേർഡ് കഴിഞ്ഞിട്ടൊരു ഓബ്ജക്റ്റാണ്. ഹി ഓർഡേർഡ് ഹിം ടു ഗെറ്റ് ഔട്ട്. അതാണ് നോക്കിയത്. രണ്ടാമത്തെ നോക്കി. ഷീ സെഡ് പ്ലീസ് ഹെൽപ്പ് മീ. ഷീ റിക്വസ്റ്റഡ് ദ മാൻ ടു ഹെൽപ്പ് ഹെർ. ടു ഒന്നാമത്. ടു വരുമ്പം ഒരു വെർബിന് തൊട്ട് മുമ്പ് ടു ചേർക്കുമ്പോൾ അത് ഇൻഫിനിറ്റീവ് ആവും. മൂന്നാമത്, ദ ക്യാപ്റ്റൻ ഷൗട്ടഡ് സ്റ്റാർട്ട് മാർച്ചിങ്. ദ ക്യാപ്റ്റൻ commanded his men to start marching. കാരണം അതൊരു കമാൻഡ് അല്ലേ? അപ്പോൾ അത് കമാൻഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് റിപ്പോർട്ടിംഗ് വെർബിനെ മാറ്റണം. അടുത്തത്, ദ സെർവൻറ്റ് പ്രേയ്ഡ് ടു ഹിസ് മാസ്റ്റർ പ്ലീസ് ബി കൈൻഡ് ഇനഫ് ടു ഫോർഗീവ് മീ. എന്നോട് ക്ഷമിക്കാൻ ദയ ഉണ്ടാകണം. അപ്പം ദ സെർവൻറ്റ് പ്രേയ്ഡ് ടു ഹിസ് മാസ്റ്റർ ടു ബി കൈൻഡ് ഇനഫ് to forgive him. ബിയുടെ ഇൻഫിനിറ്റീവ് ആണ് ടു ബി. മെയിൻ പോയിന്റ് ആയിട്ട് എഴുതിയിരിക്കുന്നതാണ് ചേഞ്ച് ദ വെർബ് ടു ആൻ ഇൻഫിനിറ്റീവ്. ടു ഹെൽപ്പ്, ടു ഗെറ്റ് ഔട്ട്, ടു സ്റ്റാർട്ട്, ടു ബി. മനസ്സിലായി? നമ്മൾ എന്ത് ചെയ്യണം? കമാൻഡ്സ്, റിക്വസ്റ്റ്, ഓർഡേഴ്സ്, പ്രേയേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻഡയറക്റ്റിലാക്കാൻ വളരെ സിമ്പിളാണ്. ഒന്നാമത് ഞാൻ റിപ്പോർട്ടിംഗ് വെർബ് ആ ആശയം അനുസരിച്ച് റിപ്പോർട്ടിംഗ് വെർബിനെ ഉപയോഗിക്കണം.
കമാൻഡാണ്, കമാൻഡ് ഓർഡറാണ്, ഓർഡർ റിക്വസ്റ്റാണ്, റിക്വസ്റ്റ് പ്രേയാണ്, പ്രേയർ ആണ്. മെയിനായിട്ടുള്ള പോയിന്റ് വെർബിനെ എന്ത് ചെയ്യണം? ഇൻഫിനിറ്റീവ് ആക്കണം. എങ്ങനെയാണ് ഇൻഫിനിറ്റീവ് ആക്കുന്നത്? വെർബിന് തൊട്ട് മുമ്പ് ടു ചേർക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? ബൈ.